ഹായ് ഡീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ശ്യാമ കുറേ നാളായിട്ടൊരു ആഗ്രഹം പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആ ഒരു ആഗ്രഹം ഇന്നങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വരുന്ന വഴിക്കേ കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ഉള്ളൂരുള്ള ഡീക്കാത്തലോണിലാണ്. അപ്പോൾ സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ വാങ്ങാൻ കഴിയും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയും കേട്ടോ. അതുപോലെ ഡ്രസ്സ്, ചെരുപ്പ്, ടീഷർട്ട്സ് എല്ലാത്തിൻ്റെയും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വാങ്ങാൻ കഴിയും. അതുപോലെ സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ തരം എക്യുപ്മെൻറ്റ്സും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ത്രെഡ്മില്ലും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഞങ്ങളെപ്പോൾ ഇവിടെ വന്നാലും ഇവിടുത്തെ ത്രെഡ്മില്ലിലും സൈക്കിളിലൊക്കെ ചുമ്മാ ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ എല്ലാം കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നും. അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഡെക്കാത്തലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ബാഗ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ 199 തൊട്ടുള്ള ബാഗുകളും അതുപോലെ തന്നെ ടീഷർട്ട്സുകളെല്ലാം നമുക്കിവിടെ ഉണ്ട്. പല റേറ്റിലുള്ള ടീഷർട്ട്സുകളൊക്കെ നമുക്കിവിടെ വന്ന് വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ വിൻ്റർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രീവിയസ് ട്രാവൽ വീഡിയോയിലൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് ഷോപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തെർമൽസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും ഇതുപോലെ കുറേ കളക്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കുറേ ടീഷർട്ട്സിൻ്റെയും എല്ലാം കളക്ഷൻസൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലത്തെ ബോൾസും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ എല്ലാം വാങ്ങാവുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസും ഉണ്ട്, ലേഡീസിനും എല്ലാവർക്കും സ്പോർട്സായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഐറ്റംസൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ വാട്ടർ ബോട്ടിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ 99 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അതുപോലെ 299 നല്ല അടിപൊളി ബാഗ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഷൂസൊക്കെ ഉണ്ട് കേട്ടോ. ഷൂസിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ശ്യാം ഒരു ഷൂവിൻ്റെ ഭയങ്കര ഫാനാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ മെയിൻ ലക്ഷ്യം അതല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി പോവാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് എല്ലാം നോക്കിയൊക്കെ കണ്ട് അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ പോകുമ്പോൾ അവിടെ സ്റ്റെപ്പിലൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഐറ്റംസിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും എടുത്തു പറയാത്തത്. കാരണം എനിക്ക് എന്താ പറയുക, സ്പോർട്സായിട്ട് അത്ര കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെത്തിയപ്പോൾ ഇവിടെ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു ടെൻ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ടെൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻറ്റിൽ താമസിക്കണമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടെൻ്റൊക്കെ നമുക്ക് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. അതുപോലെ ത്രെഡ്മില്ല് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഇത് കൂടാതെ ക്യാപ്സ് ഉണ്ട്, അംബർലാസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ടീഷർട്ട്സ്, പാൻസ്, അങ്ങനെ ഒരുപാട് തെർമൽസും വിൻ്റർ ജാക്കറ്റ്സിൻ്റെയും എല്ലാം കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ചുറ്റി നടന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം അതല്ലല്ലോ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പോവാം. അപ്പോൾ ശ്യാമിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, കുറേ നാളായിട്ട് പറയുകയാണ് ഒരു സൈക്കിൾ വേണമെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ സൈക്കിൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡെക്കാത്തലോണിൽ കുറേ വെറൈറ്റി സൈക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ശ്യാമിന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സൈക്കിളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ സൈക്കിളിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ട്രയലായിട്ട് നമുക്ക് ഓടിച്ച് നോക്കാവുന്നതാണ്. അതിന് ശേഷം മാത്രം നമുക്ക്
പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ സൈക്കിൾ അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ നോക്കി. അപ്പോൾ ഈ ഒരു ബ്രോ നമുക്ക് സൈക്കിളിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ സൈക്കിളും എടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാത്തിനെയും പറ്റിയിട്ട് പറഞ്ഞു തന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഐഡിയാസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഓരോ സൈക്കിളിൻ്റെയും പ്രൈസും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഡെക്കാത്തലോണിൽ കുറേ വെറൈറ്റി സൈക്കിൾസിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീക്കാത്തലോണിൽ നിന്നും നമുക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൈക്കിള് ഫിക്സ് ചെയ്തു. അപ്പോൾ ഷ്യാമിന് ആ സൈക്കിൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ ഷ്യാം അതൊന്ന് ചവിട്ടി നോക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചവിട്ടി നോക്കുവാണ്. അതിനോടൊപ്പം തന്നെ സൈക്കിളിൻ്റെ ബാക്കി എക്യുപ്മെൻറ്റ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഷ്യാമിൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നു സൈക്കിള്. അപ്പോൾ ഇന്ന് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ പർച്ചേസ് ചെയ്തു. അപ്പോൾ സൈക്കിൾ ഇവർ തന്നെ നമുക്ക് ഡെലിവറി ചെയ്ത് പിറ്റേ ദിവസം കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം അവരുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങുവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. വളരെ ഹാപ്പിനെസ് തോന്നിയൊരു ഡേ ആണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഷ്യാം ഭയങ്കര ഹാപ്പിയാണ്. സൈക്കിൾ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും ഹാപ്പിയിലൊക്കെയാണ്. അപ്പോൾ ഞാനും അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാട്ടോ. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ